ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു എന്താ പറയുക, നിങ്ങൾ ഒരു നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഞാനിവിടെ കാണുന്നത് കേട്ടോ. കറണ്ട് സിറ്റുവേഷൻ ആണ് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിച്ചിട്ടുള്ളത്. അവരുടെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ഒരു ഹാപ്പി മൊമെന്റിൽ ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അവർ നിങ്ങളെ വിട്ട് കളഞ്ഞിട്ടൊന്നുമില്ല മനസ്സിൽ, പക്ഷെ അവരിപ്പോൾ അയക്കുന്ന സിറ്റുവേഷൻ അവർ എന്തോ ഒരു ഹാപ്പി മൊമെന്റിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ചിലവരുടെ കേസിൽ എനിക്ക് വൈബ് ചെയ്യുന്നത് നിങ്ങളുമായിട്ടുള്ളൊരു റീയൂണിയന് പോസിബിൾ ആവാൻ മാത്രമുള്ള ഒരു സിറ്റുവേഷൻ അവർ ചിലപ്പോൾ കണ്ടെത്തിയിട്ടുണ്ടാവാം. ചിലപ്പോൾ അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആ ഉള്ളൊരു സിറ്റുവേഷനിൽ നിന്നും ചിലപ്പോൾ നോ കോണ്ടാക്ട് കാണുന്ന പലർക്കും നോ കോണ്ടാക്ട് സിറ്റുവേഷനും ആയിരിക്കില്ല. ബട്ട് ഭൂരിപക്ഷം പേരുടെ എനിക്കിവിടെ കാണുന്നത് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ്. പക്ഷെ എന്തുകൊണ്ടോ എനിക്കറിയില്ല, ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഹാപ്പി മൊമെന്റിലായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ ചില ഫംഗ്ഷൻ കാര്യങ്ങൾക്കൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് പോകുന്നൊരു ഇതിലായിരിക്കാം ഹാപ്പി ആയിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ മനസ്സിൽ തോന്നുന്നുണ്ടാവാം, താങ്കളെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ കൊള്ളാം, എന്തിനാണ് വെറുതെ ഇങ്ങനെ ഒരു തല്ലുപിടുത്തം, നമുക്ക് ടുഗദർ ആയിട്ട് തന്നെ മുന്നോട്ട് പോകാം എന്നൊരു മനസ്സിൽ ഉറച്ചൊരു വിശ്വാസം ആള് എടുത്തിട്ടുണ്ടായിരിക്കാം. അതിന്റെ പേരിലും കൂടി ആയിരിക്കണം ഈ ഒരു 3 of Cups നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ആൻഡ് നമുക്ക് വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനായിട്ട് വൈബ് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നു. റീയൂണിയൻ ആഗ്രഹിച്ച് നിങ്ങളുമായിട്ടൊരു ഒരു ഹാപ്പി ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തി. നന്നായിട്ട് തന്നെ അവരുടെ മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു വ്യക്തി നന്നായിട്ട് തന്നെ നിങ്ങൾ ഒരു റീയൂണിയൻ ടൈപ്പ് ഹാപ്പിനെസ് ആഗ്രഹിക്കുന്നുണ്ടെന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ എന്തുകൊണ്ടോ എനിക്കിവിടെ ഫസ്റ്റ് കാർഡ് ആളുടെ ഒരു സിറ്റുവേഷൻ നോക്കിയപ്പോഴാണ് ഈ ഒരു ഔട്ട്കം കിട്ടിയത്. 3 of Swords ആണ്. വളരെയധികം വിഷമത്തിലാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിക്ക് മറ്റുള്ളവരുമായിട്ടൊന്ന് ഒന്ന് മര്യാദയ്ക്ക് സംസാരിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നുമില്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ. കാരണം അത്രയധികം ഹേർട്ട് ആയിട്ടുണ്ട്. നിങ്ങളെന്ന വ്യക്തിയെ ആ ഒരു വ്യക്തി വളരെയധികം ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ്. കാരണം നിങ്ങളില്ലാണ്ട് അയാൾക്ക് ആ ഒരു ലൈഫിന് ഒരു ഇൻകംപ്ലീറ്റ്നെസ് ആയിട്ടാണ് തോന്നുന്നത്. കാരണം നിങ്ങളുമായിട്ട് ആ ഒരു ലവ് റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ ആൾക്ക് ഈ ഒരു ഭൂമി തന്നെ സ്വന്തമാക്കിയൊരു അവസ്ഥയിലാണ് ആളൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങളില്ല എന്നുള്ളൊരു ഒരു സിറ്റുവേഷൻ ആകുമ്പോഴത്തേക്കും ആ ഒരു വ്യക്തിക്ക് ആളെ തന്നെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു അവസ്ഥ കൈവിട്ട് പോകാനായിട്ടാണ് കാണുന്നത്. നമ്മളിപ്പോൾ എന്ത് ഇതിലേക്ക് തിരിഞ്ഞാലും നിങ്ങളുടെ മുഖമാണ് ആ ഒരു പേഴ്സന്റെ മനസ്സിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങളുടെ കുറെ സൈനുകൾ ആ ഒരു വ്യക്തിന്റെ മനസ്സിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് അവിടെ ഇരിപ്പുറക്കുന്നില്ല. കാരണം എന്ത് ചെയ്യണം, ഞാനിപ്പോൾ ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങളുമായിട്ട് എങ്ങനെ റീയൂണിയൻ ആക്കാം എന്ന് മാനിഫെസ്റ്റ് ഒക്കെ ചെയ്യുന്നതായിട്ടാണ് എനിക്കിവിടെ വൈബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെയധികം ആ വ്യക്തി പ്രാർത്ഥിക്കുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ കൂടെ ഉണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഡെഡായ അവസ്ഥയാണ്. കാരണം അത്രയധികം മനസ്സ് വേദനിച്ചിട്ടാണ് ആ ഒരു വ്യക്തി ഇവിടെ ഇരിക്കുന്നത്. ഈ ഒരു വ്യക്തി വിടാതെ കയ്യിൽ പിടിച്ചോ. കാരണം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സ് ആയിട്ട് വിധിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഓക്കെ, ഈ ഒരു വ്യക്തി ഒരുപാട് സങ്കടത്തിലാണ്. ഓക്കെ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഈ ഒരു വ്യക്തി ഭൂരിപക്ഷം പേരും ഇതിൽ വർക്കിംഗ് ആണ് കേട്ടോ. വർക്ക് ചെയ്യുന്ന ജോലിയൊക്കെ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. ഒരു കോളേജ് ലൈഫ് റൊമാൻസ് ഒന്നും അല്ല ഇവിടെ, ഒരു വർക്കിംഗ് ലൈഫാണ് നിങ്ങളുടെ ഒരു ഇതിലേക്ക് കാണുന്നത്. ഈ ഒരു പേഴ്സണ് ഒരുപാട് ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടാണ് ഞാനിവിടെ കാണുന്നത്. കാരണം ആളുടെ ലൈഫ് നിങ്ങളുമായിട്ടൊരു ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ആൾക്ക് ഫിനാൻഷ്യലി സെറ്റിൽമെന്റ് ആവണം. അതുകൊണ്ട് തന്നെ ഒരുപാട് എന്തൊക്കെയോ ഫിനാൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ ഒരു തടസ്സങ്ങളൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ വ്യക്തി നിങ്ങളോട് കൂടുതലൊന്നും ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ടായിരിക്കില്ല. ആളുടെ ഒരു അവസ്ഥ എന്ത് സിറ്റുവേഷനിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും പറയുന്നുണ്ടാവില്ല. പക്ഷെ ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ആൾ കഷ്ടപ്പെടുമ്പോഴും ആളുടെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു 7 of Pentaclesന്റെ കാർഡ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ആ ഒരു വ്യക്തി ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്. ആളുടെ ഒരു എന്താ പറയാ, ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാനായിട്ട് ആൾ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്. എങ്കിൽ പോലും ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുടെ ഒരു മുഖമാണ് ഓടിത്തെളിഞ്ഞ് വരുന്നത്. അപ്പോഴേക്കും ഇവിടെ ബ്രേക്കപ്പ് സിറ്റുവേഷനിലായിട്ടുള്ളവരുടെ ഒരു സിറ്റുവേഷനിൽ വളരെയധികം വിഷമിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുക, ഭക്ഷണം കഴിക്കുമ്പോഴും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുക. ഇതാണ് കൂടുതലായിട്ട് ആൾക്കാരുടെ
ജോലിയിൽ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കണ്ടോ? ആളത് പകുതിക്ക് വെച്ചിട്ട് ജോലി നിർത്തിയിട്ട് നിങ്ങളെയും കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്താ ചെയ്യുക? ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കണം. വീട്ടുകാരെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. നിങ്ങളാണെങ്കിൽ ഇവിടുന്ന് നിങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിൽ ഭയങ്കര പ്രഷറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. നിങ്ങൾ ആ ഒരു വ്യക്തിയെ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നില്ല. നിങ്ങളുടെ ഭാഗത്തുനിന്നും ഫാമിലിയുടെ ഭാഗത്തുനിന്നും കൂടുതൽ ഭയങ്കരമായിട്ട് പ്രഷർ സഹിക്കാൻ പറ്റാണ്ട് നിൽക്കുകയാണ് ഈ വ്യക്തി. നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളെങ്കിലും ആ ഒരു വ്യക്തിയെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നാണ് ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത്. വളരെയധികം വിഷമത്തിലാണ്. ഇതാണ് ഇന്ന് കറന്റ് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ നോക്കിയപ്പോൾ ഒരു യൂണിവേഴ്സ് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യം.